ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഊച്ചാളിത്തരം പറയരുത്. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? എന്ത് ഊച്ചാളിത്തരം? അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കരുത് ഷഫീർ, അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കരുത്. ഒരു ചാർട്ടേഡ് വിമാനയാത്രയിൽ കച്ചവടം ഉറപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിലിരുന്ന സതീശൻ 3 മാസം തികഞ്ഞില്ല. സതീഷിനെയും കൂട്ടരെയും അധികാരത്തിലെത്തിക്കാൻ അധിക സമയ പണിയെടുത്ത മനോരമയ്ക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത തോന്നിയാസങ്ങളാണ് ഓരോ ദിവസവും സതീഷിനിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. കേരളം പ്രളയ ദുരന്തത്തിലാണ്. 18 പേര് ഇതിനോടകം മരിച്ചു. പലരെയും കാണാനില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾ ദുരിതത്തിലാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാലോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ കൂടിയായ മുഖ്യമന്ത്രി അമ്മായിയച്ഛനെ കാണാൻ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക്, പിന്നെ മട്ടൻ ബിരിയാണി വെട്ടി വിഴുങ്ങാൻ പൊന്നാനിയിലേക്ക്, ജ്വല്ലറി ഉദ്ഘാടനത്തിന് വീണ്ടും കൊച്ചിയിലേക്ക്, പിന്നെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ചായക്കടയുടെ ഉദ്ഘാടനം വേറെ. മുമ്പ് അധികാരത്തിലെത്തിക്കാൻ എത്രയൊക്കെ താങ്ങി നടന്നവരാണെങ്കിലും അവർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയില്ല സതീഷ. ഇതൊക്കെ ഏത് നാറിയ പണി ചെയ്താലും അതിനെ എത്രയൊക്കെ നുണ പറഞ്ഞ് ന്യായീകരിച്ചാലും സതീശന്റെ ആജീവനാന്ത സംരക്ഷണം ഏറ്റെടുത്ത ലീഗിന്റെയും കോൺഗ്രസിന്റെയും ചില സൈബർ മണ്ണോണികളുണ്ടല്ലോ, ആ ഉണ്ണാക്കന്മാർക്കൊഴിച്ച് സാമാന്യ വിവേകമുള്ള ഒരാൾക്കും ഇതിനെ ന്യായീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ അവതാരകൻ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്ത BRM ഷഫീറിനോട് ചിലത് ചോദിച്ചത്. ഏത് പ്രകൃതി ദുരന്തങ്ങളെയും കവച്ചു വെക്കുന്ന ദുരന്തമാണല്ലോ നമ്മുടെ BRM ഷഫീർക്ക. മൂപ്പർക്ക് ആങ്കറുടെ ചോദ്യം ഒട്ടും പിടിച്ചില്ല. സതീശൻ മുഖ്യമന്ത്രിയായ ഈ കേരളത്തിൽ നിനക്കിതെങ്ങനെയാടാ എന്നോട് ചോദിക്കാനായി എന്ന മട്ടിലായിരുന്നു മൂപ്പർ. പിന്നെ നടന്ന പുകിലൊന്ന് കണ്ടു നോക്കൂ. യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ എന്നുള്ള വിഷയം തന്നെ പറയാൻ എന്ത് മോറൽ റൈറ്റ് ആണുള്ളത്? അങ്ങനെ ചോദിക്കും. ശ്രീ ഷഫീർ, ഓവറാക്കരുത് കേട്ടോ, ഓവറാക്കരുത്. അല്ല ഒരു സെക്കൻഡ് ശ്രീ ഷഫീറെ, ഓവറാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമൊക്കെ ശരി, ഓവറാക്കരുത്. എന്നോട് എനിക്ക് നേരത്തെ ഒരു ചോദ്യം ബ്രീഫ് ചെയ്ത് തന്നു, ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. ഓക്കെ, എനിക്കുണ്ട്. എന്നോട് എന്താ അങ്ങനെ ചോദിക്കുന്നൊക്കെ പറയാൻ താനാരാ? അങ്ങനെ ചോദിക്കുന്ന പറയാനൊക്കെ ശ്രീ ഷഫീർ ആരാ? എന്ത് മര്യാദ? എന്നെ പഠിപ്പിച്ച്, എന്നെ ചോദ്യം പഠിപ്പിച്ച് ഞാനത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ബ്രീഫ് ചെയ്യാൻ, അങ്ങനെ ചോദിക്കുന്ന അകമ്പടി പറയാൻ താങ്കൾ ആരാണ് ശ്രീ ഷഫീർ? തിരിച്ചും വേണ്ട. അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കരുത് ഷഫീർ, അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കരുത്. എന്ത് വരട്ടില്ല? ഒരു വരട്ടില്ല. എന്നെ മാധ്യമ പഠിപ്പിക്കും വേണ്ട. ഞാൻ ചോദ്യം ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്ക് എന്നോട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റും ശ്രീ BRM ഷഫീറിനില്ല. അത്രേ പറഞ്ഞുള്ളൂ. ആര് പറഞ്ഞു? താങ്കൾ റീവൈൻഡ് ചെയ്ത് കേട്ടാ മതി. പ്രേക്ഷകർ കാണുന്നുണ്ട്, റീവൈൻഡ് ചെയ്ത് കേട്ടാ മതി എന്ത് ഭാഷ എന്നോട് സംസാരിച്ചെന്ന്. ഞാൻ ശ്രീ ഷഫീറോട് ചോദിക്കാനുള്ളത്, ഞാൻ ശ്രീ സജീഷോട് ചോദിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അത് പറയുമ്പോ അങ്ങനെ ചോദിക്കുന്ന തിട്ടൂരൊന്നും ഇവിടെ ഇറക്കാൻ പറ്റില്ല. ഒരു തിട്ടൂരും ഇറക്കാൻ പറ്റില്ല ശ്രീ ഷഫീർ. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഒന്നും വേണ്ട. ഒരു അയ്യപ്പാസിനെയും പ്രശ്നമില്ല. താങ്കൾ ആലോചിച്ച് നോക്കിയാൽ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു പറയാനുള്ള ഒരു റൈറ്റും ഒരു തിട്ടൂരവും ശ്രീ BRM ഷഫീറിനില്ല. അത്രേ ഉള്ളൂ. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഊച്ചാളിത്തരം പറയരുത്. ശ്രീ ഷഫീറെ, ഊച്ചാളിത്തരോ? ചോദിക്കാനുള്ളത് ചോദിക്കാവുന്നോ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? എന്ത് ഊച്ചാളിത്തരം? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഈ 8:38 ഞാൻ ചോദിക്കുന്നത് ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ കേട്ടോണ്ടിരിക്കില്ല ശ്രീ ഷഫീർ, കേട്ടോണ്ടിരിക്കില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ ശ്രീ സജീഷ് എന്ത് ചോദിക്കണം ആദ്യം എന്നെ ബ്രീഫ് ചെയ്തു. താങ്കൾക്ക് എന്ത് റൈറ്റാ? ശരി, പോട്ടെ. നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗം ഉപയോഗിക്കണ്ട. ഞാൻ ഉപയോഗിച്ചോ? ഞാൻ ഉപയോഗിച്ചോ? എന്നോട് ചോദിക്കുന്നത് ഞാൻ ഉപയോഗിച്ചോ? ഏത് വാക്ക് ഇപ്പൊ പറ. ഏത് വാക്ക്? എന്ത് ചെയ്തു? ഞാൻ താങ്കളെ ഡിക്റ്റേറ്റ് ചെയ്തില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ കേട്ടോണ്ടിരിക്കില്ല ശ്രീ ഷഫീർ, കേട്ടോണ്ടിരിക്കില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഒന്നും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു റൈറ്റും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിനെ പ്രതിനിധിക്കില്ല. ഈ സ്ഥാപനത്തിലില്ല, ഈ ചാനലിലില്ല. ശ്രീ ഷഫീർ മനസ്സിലാക്കിക്കോളൂ. അങ്ങ് നിങ്ങൾക്കുമില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ താങ്കളെ ഡിക്റ്റേറ്റ് ചെയ്തില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ കേട്ടോണ്ടിരിക്കില്ല ശ്രീ ഷഫീർ, കേട്ടോണ്ടിരിക്കില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ ശ്രീ സജീഷോട് എന്ത് ചോദിക്കണം ആദ്യം എന്നെ ബ്രീഫ് ചെയ്തു. താങ്കൾക്ക് എന്ത് റൈറ്റാ? ശരി, പോട്ടെ. ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു. താങ്കൾ ആരാ ശ്രീ ഷഫീർ? താങ്കൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യമാണ് ചലഞ്ചായിട്ട് വെക്കുകയാണ്. ഈ 40 മിനിറ്റിനുള്ളിൽ ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചൊന്ന് പറഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റൂ ശ്രീ ഷഫീർ. ശരി, എന്തോ? 1 മിനിറ്റ്.
ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ അതിഥിയായി വരപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയെ താൻ ആര് എന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ ആവർത്തിക്കുന്നു. അതായിരുന്നു പ്രശ്നം. അതായിരുന്നു പ്രശ്നം. താൻ ആരാ എന്ന് ചോദിക്കാനുള്ള അവകാശം അതാണ് നിങ്ങൾക്കില്ല. പ്രശ്നം. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ല, താനായിരുന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കണം. എന്റെ നാവിൽ വന്നിട്ടില്ല. ക്ഷമ ചോദിക്കണം. പാടില്ല, പാടില്ല. പക്ഷേ ഒരു ചർച്ചയിൽ ചോദിക്കാൻ പാടുന്ന ചോദ്യങ്ങളെ ചോദിക്കുന്നത് വേറെ. താൻ ആരാന്ന് പറയുന്നത് മര്യാദയല്ലേ? ഒരു സെക്കൻഡ്. ഈ ഊച്ചാളിത്തരം എന്ന് പറയുന്നതോ ഊച്ചാളിത്തരോ? ഒരു ചർച്ചയിൽ കാര്യം എന്താ അവിടെ ആ ചർച്ചയിൽ എന്താന്നോ? എന്റെ നാവിൽ വന്നു വരാൻ പാടില്ല. പക്ഷെ എങ്ങനെ വന്നു താങ്കളുടെ അറിയില്ലേ? ഒരു സെക്കൻഡ്. എന്റെ നാവിൽ വന്നു വരാൻ പാടില്ല. അതിന് മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? അതിനു മുമ്പ് അങ്ങെന്താ പറഞ്ഞത്? ഞാൻ വെറുതെ കയറി അങ്ങ് താനാരാൻ ചോദിക്കായിരുന്നോ? ക്ഷമ ചോദിച്ചു, പ്രേക്ഷകരോടും ചോദിച്ചു. അങ്ങോട്ട് താങ്കൾ ഈ ദുർബല വാർത്ത പിടിക്കല്ലേ? അതല്ലല്ലോ പ്രശ്നം. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? ഞാൻ കേവലം താന്ന് വിളിക്കല്ല. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? പറയൂ. സംസാരിക്കാൻ പഠിക്കാദ്യം. നിങ്ങളുടെ ചർച്ചയിൽ വന്ന ഒരാളോട് താൻ പോ എന്നൊക്കെ പറയുന്നത് ആ സംസ്കാരമേ അവസാനിപ്പിച്ചോ? താനാരെന്നോ ഒരു മാധ്യമ ആങ്കർ പറയുകയാണ് താൻ ആര്? അതാണോ മര്യാദ? പറഞ്ഞു ഞാൻ കേവലം താന്ന് വിളിക്കല്ല. താൻ ആരാ എന്ന് ചോദിച്ച തെറ്റ്. ഞാൻ ക്ഷമ ചോദിച്ചു, പ്രേക്ഷകരോടും ചോദിച്ചു. അങ്ങോട്ട് താങ്കൾ ഈ ദുർബല വാർത്ത പിടിക്കല്ലേ? അതല്ലല്ലോ പ്രശ്നം. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? ഞാൻ കേവലം താന്ന് വിളിക്കല്ല. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? പറയൂ. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങളുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ പഠിക്കാദ്യം. നിങ്ങളുടെ ചർച്ചയിൽ വന്ന ഒരാളോട് താൻ പോ എന്നൊക്കെ പറയുന്നത് ആ സംസ്കാരമേ അവസാനിപ്പിച്ചോ? താനാരെന്നോ ഒരു മാധ്യമ ആങ്കർ പറയുകയാണ് താൻ ആര്? അതാണോ മര്യാദ? എന്ത് മര്യാദയാ അയ്യപ്പദാസേ? രണ്ടിലേറെ വട്ടം ഞാൻ ക്ഷമ ചോദിച്ചൊരു വിഷയം. ഞാൻ നിങ്ങളെ താനെന്ന് വിളിച്ചിട്ടുണ്ടോ? വിളിക്കോ? ശ്രീ ഷഫീറെ, രണ്ടിലേറെ വട്ടം ഞാൻ ക്ഷമ ചോദിച്ച ഈ ഓണയറിൽ കേട്ടോ പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചൊരു വിഷയത്തിൽ എന്നിട്ട് അത് പഠിക്കും ഇത് പഠിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ പാഠം പഠിപ്പിക്കാൻ ഗുരു താനെന്ന് വിളിച്ചതല്ലോ ശ്രീ ഷഫീർ. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? ഞാനിവിടെ ആവശ്യമില്ലാത്ത ഒരു കണ്ടീഷൻ ഞാൻ ഉന്നയിച്ചില്ല. അല്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല സാർ. നിങ്ങൾ അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു ശ്രീ ഷഫീർ? ഞാൻ കേവലം താങ്കളെ താങ്കൾ വിളിക്കാണോ? ഞാനൊരു അനാവശ്യമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്ക്. എന്നോട് താനാരെന്ന് ചോദിച്ചപ്പോഴാണ് മറുപടി പറയുന്നത്. ഇതൊക്കെ ശരിയാണോ? അങ്ങനെ ചോദിക്കുന്നു പറയുന്നൊക്കെ അങ്ങനെ ചോദിക്കാലോ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഒരു മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന കാര്യമാണോ ശ്രീ ഷഫീറെ? അല്ല, ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ എന്താണ് ടോയ്ലറ്റിൽ പോകുന്നതും കോഫി ഇതൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞു. അപ്പൊ താങ്കൾ പറയാം ചോദിക്കാൻ പാടില്ലാത്ത ചോദിച്ചു. എന്താ ചോദിക്കാൻ പാടില്ലാത്ത ചോദിച്ചേ ഒന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ ചോദിക്കും പഠിപ്പിക്കാൻ വരുന്നു. ശ്രീ സജീഷ് എന്നോട് ക്ഷമിക്കും. അങ്ങേക്കും ഇതിനനുസരിച്ച് കുറച്ച് സമയം കിട്ടും. എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, മനോരമയ്ക്ക് അത് കിട്ടണം. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ മനോരമയല്ലേ? അപ്പോൾ അല്പം കിട്ടുന്നതിൽ കുഴപ്പമില്ല. കുറേശ്ശേ ശീലമായിക്കൊള്ളും. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.